നമ്മൾ കണ്ട ലോകേൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നൊരു സ്റ്റോറി, നമ്മൾ ഒരു ബാക്ക് സ്റ്റോറി പോലെ പറയാണ്. അത് ചാപ്റ്റർ 8 ലോക ചാപ്റ്റർ 8 എന്ന രീതിയിലുള്ള ബാക്ക് സ്റ്റോറി. അപ്പം നമ്മൾ പാസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ഐഡിയയിൽ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തതാണ് നക്ഷത്ര. നമ്മൾ ഈ സ്റ്റോറി 2 പാർട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ലോകയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ ക്യാരക്ടർ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണ് അവർ കണക്റ്റ് ആവുന്നതാണ്. ഈ ഒരു ഭാഗം പുതിയൊരു ഈ സിനിമയിലുണ്ടായിരുന്ന ലോകനെ പറ്റി വിശദീകരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ എന്ത് ടൈപ്പോഗ്രഫീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ ലോക മൂവിയിലുള്ള മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ടൈപ്പോഗ്രഫി യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതേപോലെ മൂവി എലമെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് കോണ്ടാക്ട് ലെൻസ്, ബ്ലഡ് ബാഗ്, അതേപോലെ അത് നമുക്ക് മൂവിയായിട്ട് കുറച്ച് ബന്ധപ്പെടാനുള്ളൊരു എഫക്റ്റാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഡിസ്പ്ലേ, പക്ഷേ കണ്ണ് മാത്രം എന്നുള്ള രീതിയിൽ ജസ്റ്റ് വിഷ്വൽ എലമെൻറ്റ്സിന് വേണ്ടി വെച്ചേക്കാം. ഈ സ്റ്റാച്ചു മൂവിയിൽ കണ്ടിട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഗുഹയിൽ നീലിനെ വവ്വാല് കടിക്കുന്ന സമയത്തുള്ള സ്റ്റാച്ചു ആണ്. പക്ഷേ ഈ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സ്റ്റോറി നമുക്കറിയില്ല, എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത് എന്നറിയില്ല. അപ്പം നമ്മളുടെ ഐഡിയയിൽ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തതാണ് നക്ഷത്രയുടെ ബാക്ക് സ്റ്റോറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇമാജിനേഷനിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തു. അതിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയേക്കുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പേപ്പർ, കാർഡ്ബോർഡ് അങ്ങനെയുള്ള വെറും സ്ക്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ലോ ബഡ്ജറ്റിൽ ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, കാർഡ് പടലും പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷനിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഞങ്ങളൊരു ഗ്രന്ഥം, ഒരു പുരാതന ഗ്രന്ഥം എന്നുള്ള രീതിയിൽ വരച്ചിരിക്കുന്നത്. ഈ സ്റ്റോറി ശരിക്കും കേരളത്തിലെ പഴയൊരു മിത്തുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പറയിപ്പറ്റ പന്തിരുകുലവുമായി ബന്ധപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് പറയ്ക്ക് 12 മക്കളുണ്ടായിരുന്നു. തുടക്കത്തിൽ പറയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വരരുചിയായിരുന്നു. അദ്ദേഹം വൈഫും സന്യാസത്തിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ ഈ 12 മക്കളെ 12 ഇടങ്ങളിൽ ഉപേക്ഷിക്കുകയാണ്. ഈ 12 പേരും 12 കുലങ്ങളായിട്ട് മാറുകയാണ്. പിന്നീട് വരരുചി വരാഹി എന്ന ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് തനിക്ക് 13ാമതായ ഒരു കുട്ടി വേണമെന്നുള്ളത്. അങ്ങനെ വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാവുന്ന കുട്ടിയാണ് ഞങ്ങൾ പേരിട്ടേക്കുന്ന നക്ഷത്ര എന്നുള്ള ക്യാരക്ടർ. ഇനി അതെങ്ങനെ ആ സിനിമയും അല്ലെങ്കിൽ ലോകയുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നത് പറയാം. ആക്ച്വലി ഈ ഒരു കുട്ടിയെ ലഭിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വരരുചി എന്ത് ചെയ്തു, തൻ്റെ സന്യാസം പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വരരുചി കുട്ടിയും അതേപോലെ കുഞ്ഞിനെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ പഞ്ചമി എന്തെന്ന് കുഞ്ഞിനുമായിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക്, ഒരു കാട്ടിനകത്തുള്ളൊരു ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആ ഗ്രാമത്തിലാണ് പിന്നെ നക്ഷത്രയുടെ പിന്നീടുള്ള ജീവിതം തുടങ്ങുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമം തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമമാണ്. സോ നന്നേ ചെറുപ്പത്തിൽ തന്നെ നല്ലതായിട്ടുള്ള മെയ്വഴക്കും അതേപോലെ തന്നെ അമാനുഷികമായിട്ടുള്ള വേഗതയുണ്ട്. അന്നു മുതൽ തന്നെ പല രീതിയിലുള്ള ആയോധനക്കലകൾ പരിശീലിക്കുന്നുണ്ട് ഈ നക്ഷത്ര എന്നൊരു ക്യാരക്ടർ. അങ്ങനെ ആ നാട്ടിൽ അന്നു മുതൽ തന്നെ ചെറുത്ത് നിന്നത് ഈ നക്ഷത്രയുടെ ശക്തി കൊണ്ടാണ്. പുറമേ നിന്നുള്ള നാട്ടുരാജ്യക്കന്മാർ അതേപോലെ തന്നെ ഇൻവേഡേഴ്സൊക്കെ വരുമ്പോൾ ഈ ഒരു നക്ഷത്ര ക്യാരക്ടർ അവരെയൊക്കെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ വർഷങ്ങളോളമായിട്ട് ഈ നക്ഷത്ര ആ ഗ്രാമത്തെ പതിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കെ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്തു, സഖ്യം ചേർന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ ഒരു പെൺകുട്ടിയെ, അറ്റ്ലീസ്റ്റ് ഈ ഒരു പെൺകുട്ടി എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും തളയ്ക്കണമെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് യുദ്ധമുറകൾ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായതോട് അവർ ആഭിചാരം, മന്ത്രവാദത്തിലൂടെ ഇവിടെ തളയ്ക്കാമെന്നത് അവർ ഉദ്ദേശിച്ചു. അങ്ങനെ മന്ത്രവാദം ചെയ്യുകയും അതുവഴി ഈ നക്ഷത്രയുടെ ശക്തി ഒരു താൽക്കാലികമായിട്ട് സീസ് ചെയ്യാൻ അവർക്ക് പറ്റി. ഈ ടൈം മുതലാക്കിക്കൊണ്ട് നാട്ടുരാജ്യക്കന്മാർ ആ ഗ്രാമം മൊത്തം നശിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ അവിടെ ഉള്ള ആളുകളൊക്കെ കൂട്ടകുരുതി ചെയ്യാണ്. ഈ തക്കത് തന്നെ ഈ ഒരു നക്ഷത്രയുടെ പിതൃത്വം, തൻ്റെ പിതാവിനെ കുറിച്ച് വളരെ പാരിഹാസികമായിട്ട് ഈ രാജാക്കന്മാർ കളിയാക്കുകയാണ്. ഇതിൽ രോക്ഷം കൊണ്ടിട്ടാണ്
ഈ ഒരു നക്ഷത്ര തനിക്ക് പോലും അറിയാത്ത ഒരു കോസ്മിക് പവർ എക്സ്പ്ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്പ്ലോഡ് ആവുന്ന വഴി എനിമീസ് മൊത്തം, ശത്രുക്കൾ മൊത്തം നശിച്ചെങ്കിലും അതിന് വില കൊടുക്കേണ്ടി വന്നത് ആ രാജ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗം വരുന്ന ഭാഗമാണ്. സോ ഇതിൽ രോക്ഷം കൊണ്ടിട്ട് അന്നത്തെ ഗ്രാമത്തലവനായിട്ടുണ്ടായിരുന്നത് മൂത്തോനായിരുന്നു. ഈ ഒരു മൂത്തോന് ഞങ്ങൾ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്തോൻ ഒരു ഇമ്മോർട്ടൽ ബീയിങ് ആണ്. സോ അദ്ദേഹം ഏതൊക്കെ കാലങ്ങളിൽ ഏതൊക്കെ റോള് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. സോ ഈ ഒരു ടൈമിൽ അദ്ദേഹം ആ ഗ്രാമത്തിലെ തലവനായിട്ടുണ്ടായിരുന്നു. ഇതിൽ രോക്ഷം കൊണ്ടിട്ടാണോ നക്ഷത്രയെ ശപിക്കുകയാണ് ഈ ഒരു മൂത്തോൻ. എന്ന് വെച്ചാൽ നിൻ്റെ ശക്തിയും നീയും ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമാവും, നിന്നെ ആളുകൾ പതിയെ പതിയെ മറന്നു തുടങ്ങും എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു ലോകയുടെ ഒരു ഈ ഒരു നക്ഷത്രയുടെ എന്താ പറയുക ജന്മത്തിന് ഒരു അത്ഭുതം ആയതുകൊണ്ട് ഇവളെ കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഇളവ് കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇതേപോലത്തെ ഈ ഒരു അവസ്ഥ ഈ ഒരു ഗ്രാമത്തിന് വീണ്ടും സംഭവിക്കും. അന്ന് നിന്നെ തേടി അവൾ വരും, അവളായിരിക്കും നിന്നെ മോചിപ്പിക്കുക. അങ്ങനെയാണ് നീലി എന്നൊരു ക്യാരക്ടർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ആണ്. ഇത് ഞങ്ങൾ ഇവിടെ വരച്ചതിലുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു ക്യാരക്ടർ ഈ ഒരു നക്ഷത്ര ആ ഗ്രാമത്തിന് സംഭാവനകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശില്പം പണിയാണ്. പക്ഷേ നാളുകൾക്ക് ശേഷം അവളെ മറന്നിട്ടോ അല്ലെങ്കിൽ അവൾ അറിയാതെ ചെയ്ത തെറ്റുകൊണ്ടോ ആ ഒരു വിഗ്രഹം തന്നെ അവർ ഉടക്കുകയാണ്. അങ്ങനെ സ്റ്റോറി നീലിയായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമിയോസ് ഒക്കെ വരാം. കാരണം മൂത്തോന് നീലയെ കൊണ്ട് ഒരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ ഒരു സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് മേ ബി നക്ഷത്രയുടെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാവും.